ഒരുപാട് പേരുടെ നല്ല മരണങ്ങൾ കേൾക്കുന്നവരാണ്. പടച്ചവനെ, എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവേ വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്ന മുഖം കണ്ടവരാ, കാഴ്ച കണ്ടവരാ. പടച്ചവനെ, എന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ. അതുകൊണ്ട് ഈ സദസ്സിലിരുന്ന് കൊണ്ട് ഉസ്താദ് ഒരായത്തല്ലേ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തല്ലേ, ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മരിക്കുന്ന ദിവസം വരെ ഞാൻ ഓതും ഉസ്താദ്. എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം ഓതുമെന്ന് തീരുമാനിച്ച മുസ്ലിമേ, നിങ്ങൾ ഇന്ന് മുതൽ ഓതാ തീരുമാനിച്ചോ. നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പറയും ഉസ്താദേ, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ, എന്റെ ഉമ്മ മരിച്ചത് റമദാൻ മാസത്തിലാ. പെണ്ണെ, നിന്റെ ഉപ്പയ്ക്ക് വെള്ളിയാഴ്ച മരണം കിട്ടിയാ നിനക്കൊന്നും കിട്ടില്ല എന്ന് എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? നമ്മളൊക്കെ പറയാറുണ്ട്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച, ഉമ്മ മരിച്ചത് റമദാൻ 27-ന്. എടാ, നിന്റെ ഉമ്മ റമദാൻ 27-ന് മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമോ? കിട്ടുമോ? നിങ്ങൾ വെടി കൊണ്ടതുപോലെ ഇരിക്കാ പറ മനുഷ്യ. നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ച വാപ്പായ്ക്ക് സ്വർഗം കിട്ടുമോ? നിനക്ക് കിട്ടുമോ? നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടൂല. പിന്നെന്തിനാ പറഞ്ഞുകൊണ്ട് നടക്കണേ? എടാ, വാപ്പ നല്ല കാര്യം ചെയ്ത് അദ്ദേഹം നല്ലതുപോലെ പോയി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലാക്കുമാറാകട്ടെ. നീ ആ വാപ്പാടെ മോനാണെങ്കിൽ വാപ്പ വെള്ളിയാഴ്ച മരിച്ചെങ്കിൽ നീ റമദാനിൽ വെള്ളിയാഴ്ച മരിച്ചു കാണിക്ക്. അതാ മോൻ. നീ അങ്ങനെ മരിച്ചു കാണിക്ക്, അതിനുവേണ്ടി പരിശ്രമിക്ക്. അപ്പൊ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കും നീ മരിച്ചതുപോലെ മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിനാ മരണമെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും കിടന്ന് ചത്താ പോരാ, മരിക്കുമ്പോ അന്തസ്സോടുകൂടി മരിക്കണം. അതാ മരണം. മരിച്ചു കിടക്കുമ്പോഴും ഇങ്ങനെ മുഖത്ത് നോക്കണം, ഇതെന്താ അല്ലാഹ് മരണം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ശത്രുക്കൾ വീടിനകത്ത് കയറി വന്ന് കൈവെട്ടി മാറ്റി, ശരീരം മുഴുവനും വെട്ടി നുറുക്കി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാ ഷഹീദായ. പക്ഷെ ഉസ്മാൻ തങ്ങൾ മരിച്ചെന്ന് കേട്ടപ്പോ ഒരു ശത്രു കാണാൻ വന്ന് മുഖത്തിട്ടിരുന്ന തുണി അങ്ങോട്ട് ഉയർത്തിയിട്ട് മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോടാന്ന് പറഞ്ഞിട്ടാ തല്ലിയെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ശരീരം മുഴുവനും വെട്ടുകൊണ്ട് ഷഹീദായി മരിച്ചു കിടക്കുമ്പോൾ ഒരു ശത്രു വന്നിട്ട് മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തിയപ്പോഴും ഉസ്മാൻ തങ്ങളുടെ ആ മുഖത്തെ ചിരി കണ്ടിട്ട് അവൻ തല്ലി. മരിച്ചു കിടക്കുമ്പോഴും ചിരിക്കുന്നോട്. അതാ മരണം. അതാ മരണം. മഹാനായ ഹുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കയറ്റിയിട്ട് തൂക്കിയ കൊന്നേ. നാക്കിങ്ങനെ കടിച്ചു പിടിച്ചിട്ടല്ല കടന്നേ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ അന്ന് ശത്രുപക്ഷത്ത് നിന്ന ഒരു സഹാബി മുസ്ലിമായിട്ട് പറയുക, അന്ന് ഞാൻ മുസ്ലിമായത് ഹുബൈബിൻ്റെ ചിരി കണ്ടട്ട. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോഴും ആ ഹുബൈബ് ചിരിക്കുന്നത് കണ്ടിട്ട ഞാൻ മുസ്ലിമായ. അതാ മരണം. അള്ളാഹു അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിനെ നിങ്ങൾ നെഞ്ചത്ത് വെച്ചാൽ വെറുതെ ആവില്ല നിങ്ങൾക്ക്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ സ്നേഹിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ, ആ ഖുർആനിന് നിങ്ങൾ എല്ലാം ഓതിയില്ലെങ്കിലും ഒരായത്തെങ്കിലും ഓതാൻ നിങ്ങൾ തയ്യാറായ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണമാ, ഈമാനുള്ള മരണമാ. നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാ, നിന്റെ മയ്യത്ത് കാണുന്നവർ കൊതിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, തന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം പോലും വീടിന്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീട് ശത്രുക്കൾ വളഞ്ഞിരിക്കുമ്പോ അല്ലാഹുവേ ഉളുവെടുത്ത് കുളിച്ചൊരുങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശത്രുക്കൾ വീടിന്റെ വാതില് തീയിട്ടിട്ട് വീടിനകത്ത് കയറി വന്ന ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ തങ്ങളെ വെട്ടുന്നത്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ താഴെ വീഴുകയാണ്.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ മുകളിൽ പെങ്ങളെ പഠിക്കണം. പെങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യർ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്താ? വീടിനകത്തിരുന്ന മഗ്‌രിബിന്റെ ഇശായിന്റെ ഇടയിൽ ഖുർആൻ ഓതേണ്ട സമയത്ത് സീരിയലിലെ പെണ്ണിന്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് കൂടെ കരയുന്ന ഉമ്മ, നിനക്കത് മനസ്സിലാകില്ല പെങ്ങളെ. പ്രായം ചെന്ന മുടി നരച്ച ഉമ്മമാര് മഗ്‌രിബുമില്ല ഇശായുമില്ല, പടച്ചവനെ ടിവിയും കണ്ടുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ട് കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് ഒരുപാട് മഹദിമാരുടെ ചരിത്രം അറിയുമല്ലോ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ, ഇന്ന് വരെ ആരാണ് നഫീസ എന്ന് നീ പഠിച്ചിട്ടുണ്ടോ? നിന്നെ പോലെ വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ആഗ്രഹങ്ങളുള്ള നിന്നെ പോലെ പച്ചയിറച്ചിയുണ്ടായിരുന്ന പെണ്ണാണ് നഫീസ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ആരായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തകാസുർ ഓതിയിട്ട് അതാ പ്രഭാഷണം നടത്തുന്ന മനുഷ്യനവിടെ ഇരുന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്ന് വരെ സീരിയൽ കണ്ടിട്ട് കരയുന്ന പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് ബോധുന്നത് കേട്ടിട്ട് നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? നിനക്കതിന്റെ വിലയറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. സ്വഹാബാ, സൂറത്തു തകാസുർ ഓതു സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ബോധാൻ പറയുമ്പോ സ്വഹാബി അവിടെ ഇരുന്ന് കൊണ്ട് ബോധുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുബ്ബ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. അള്ളാന്റെ റസൂല് കരയുകയാ. പടച്ചവനെ സൂറത്ത് ഓതി കഴിഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുന്നു, സ്വഹാബ നിങ്ങളാരും കരയാത്തതെന്താ? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു രണ്ടാമത് മോദാർ. സ്വഹാബികൾ ഓതാൻ തുടങ്ങി, റസൂലുള്ള കരയാൻ തുടങ്ങി, കൂടെ ചിലരൊക്കെ കരയാൻ തുടങ്ങി. ഓതിക്കഴിഞ്ഞപ്പോ ചോദിച്ചു, കരയാത്തവരോട് നിങ്ങൾ കരയാത്തതെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ കരച്ചല് വരുന്നില്ലേ, കരച്ചല് വരുന്നില്ലേ? കരയുന്നവരെ പോലെ അഭിനയിക്ക് സഹാബ. അൽഹാക മുത്തകാസുർ എന്ന് പറയുന്ന പത്തായത്തുള്ള ഈ ഒരു സൂറത്തുണ്ടല്ലോ, ഇതോതുമ്പോ കരയണം ചെറുപ്പക്കാരാ, ഇതോതുമ്പോ കരയണമതാ. കരച്ചല് വരുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുകയാ. വെറുതെയാകില്ല, വെറുതെയാകില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തു തകാസുർ ഓതുന്ന സമയത്ത് കരഞ്ഞ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണമാണ്. ഇരിക്കുന്ന 10 മക്കളുണ്ടല്ലോ, ചെറിയ പ്രായത്തിൽ പഠിച്ചവര്, 10-12 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഈ മക്കള് മാതാപിതാക്കളുടെ കൂടെ വീടിനകത്ത് കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായമാണ്. ഈ പൊന്നുമക്കളെല്ലാം വിട്ടിട്ട് പടച്ചവനെ ഖുർആൻ പഠിക്കാമെന്ന് കിടക്കുന്നത് വെറുതെയല്ല. ഇരിക്കുന്ന മക്കളൊക്കെ മരിക്കുമ്പോ സ്വർഗത്തിന്റെ വീട് കാണുകയാണ്. അല്ലാഹു നാളെ അവന് സ്വർഗത്തിൽ കൊടുക്കുന്ന ഇരിപ്പിടമുണ്ടല്ലോ, അവന്റെ വീടുണ്ടല്ലോ, അത് കണ്ടിട്ടാ മരിക്കുന്നത്, അത് കണ്ടിട്ടാ മരിക്കുന്നത്. ഈ മക്കളുടെ മുഖത്ത് നോക്കുന്നവന് കൊതിക്കുകയാ, ഇതെന്ത് മരണമാണല്ലോ, ഇവൻ ഉറങ്ങുകയാ അല്ലാ, എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു പുഞ്ചിരിയാ അല്ലാ.
മയ്യത്ത് കണ്ടിട്ടിറങ്ങിപ്പോകുന്നവര് പറയുകയാ, ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പോ നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞവൻ, നിന്നെ കളിയാക്കിയവൻ, നിന്നെ പരിഹസിച്ചവൻ, നിന്നെ നാണം കെടുത്തിയവൻ, നിന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞവൻ, എടാ ഇവിടത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമല്ലോ നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ. നാട്ടുകാർ മുഴുവനും നിന്നെ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാവരും പോകുന്നത് കാണുമ്പോ ഇവനും വിചാരിക്കും ഞാൻ പോകാതിരുന്ന നാട്ടുകാരെന്ത് വിചാരിക്കും. അങ്ങനെ അവനും വരികയാണ്. അവസാനം വീടിന്റെ അകത്ത് ക്യൂ നിന്ന് കയറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തിയിട്ട് അവൻ നിന്റെ മുഖത്ത് നോക്കുന്നു. അല്ലാ, എന്തൊരു മരണമാ അല്ലാ, എന്തൊരു മരണമാ അല്ലാ. ഇന്നലെ വരെ ജീവിച്ചിരുന്നപ്പോ നിന്നെ കുറ്റം പറഞ്ഞവർ ഇറങ്ങിപ്പോയപ്പോ പറഞ്ഞത് എന്തെന്നറിയോ? ഇറങ്ങിപ്പോയപ്പോ ജനങ്ങളോട് പറഞ്ഞത് എന്തെന്നറിയോ? മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മരണം വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളെ പള്ളിപ്പറമ്പിലെ 6 അടി മണ്ണിനകത്ത് കൊണ്ടുവച്ച അല്ലാഹുവേ, മണ്ണിന് മണ്ണ് തിന്നൂലല്ലോ, പുഴുക്കള് തിന്നൂലല്ലോ, കബറടക്കിയതുപോലെ ഖിയാമത്ത് നാള് വരെ കിടക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഖുർആൻ പഠിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. പടച്ചവനെ, 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെയോ 38ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. കുറച്ചു കാലമേ മുസ്ലിമായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ഈ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. എടാ ചെറുപ്പക്കാരാ, കയ്യിലെണ്ണാവുന്ന വർഷക്കാലം മുസ്ലിമായി ജീവിച്ച ഒരു സ്വഹാബി മരിച്ചപ്പോ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം പോലും അവിടെ നിന്ന് വിറയ്ക്കുകയാണ്. പടച്ചവനെ, എല്ലാവരും കരയുകയാ, എല്ലാവരും കരയുകയാ. സഅദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, വല്ലാത്ത പുഞ്ചിരിയാ. കാണുന്നവർ കൊതിക്കുകയാ, കാണുന്നവർ കണ്ണെടുക്കാതെ നോക്കുകയാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം അങ്ങനെയായിരുന്നു. വല്ലാത്തവര് മരണമായിരുന്നു. ജനങ്ങൾക്ക് കൊതി തോന്നുന്ന ഒരു മരണമായിരുന്നു. പടച്ച റബ്ബേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവിടുന്ന് തന്റെ ജനാസ മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് തള്ളവിരൽ കുത്തിയിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. പടച്ചവനെ, ജനാസ ചുമന്ന സ്വഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. എന്തിനാ നബിയേ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, എനിക്ക് സ്ഥലമില്ല സ്വഹാബാ, കാലുകുത്താൻ എനിക്ക് സ്ഥലമില്ല. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നു. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. തിരക്ക് കാരണം എനിക്ക് സ്ഥലം കിട്ടുന്നില്ല. ജനാസ ചുമന്നു കൊണ്ടുപോകാൻ അല്ലാഹുവേ, മയ്യത്തിന് ഭാരമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? ചുമന്നത് മലക്കുകളാണ് സഹാബ. ആ സ്വഹാബിയുടെ ജനാസ ചുമന്നത് മലക്കുകളാണ്. പടച്ചവനെ, പ്രവാചകൻ അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ
എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നിങ്ങളെ ചരിത്രം എടുത്ത് നോക്കൂ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുടിക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമാ, മണ്ണിന് പോലെ സുഗന്ധമാ. അല്ലാഹുവേ, ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബറിന്റെ പണിയൊക്കെ പൂർത്തിയായി, അവസാനം മണ്ണ് തുടയ്ക്കുകയാണ്. ഖബറിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് മണ്ണ് തുടയ്ക്കുകയാ. സുഗന്ധം കേട്ടപ്പോ, സുഗന്ധം അടിക്കുന്നത് ശ്വസിച്ചപ്പോ, ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാ. അല്ലാഹുവേ, ഖബറടക്കി എല്ലാവരും പിരിഞ്ഞു പോയി. ഈ ഖബർ കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കുടിക്കുമ്പോ, ഖബറിനകത്ത് നിന്ന് വാരിയ മണ്ണുണ്ടല്ലോ, വീടിനകത്ത് മുഴുവനും സുഗന്ധമാ, വീടിനകത്ത് മുഴുവനും സുഗന്ധമാ. അല്ലാഹുവേ, അതാ ചരിത്രം പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഈ ഖബർ കുടിച്ച മനുഷ്യനെ അവിടുന്ന് സ്വപ്നം കാണുകയാ. അവിടുന്ന് ഖബർ കുടിച്ച മനുഷ്യനെ അവിടുന്ന് സ്വപ്നം കാണുകയാ. അവിടുന്ന് ചോദിച്ചു, സഅദേ, നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നീ എല്ലാവരും കരയുന്ന ദിവസം ചിരിച്ചല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ സഅദേ, നിന്റെ ജനാസ ചുമന്നത് മലക്കുകളാണല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് പോലും നടക്കാൻ സ്ഥലം കിട്ടിയില്ലല്ലോ. അവിടുന്ന് പോയിക്കുന്നു സഅദേ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ. എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ് ഈ പ്രതിഫലം നേടിയത്? എങ്ങനെയാണ്, എന്ത് ചെയ്തിട്ടാ സഅദ് ഈ പ്രതിഫലം നീ നേടിയത്? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ആ ഖബർ കുടിച്ച മനുഷ്യനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതിയതിന് റബ്ബ് എനിക്ക് തന്നതാ. ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തതിന് എനിക്ക് റബ്ബ് തന്ന പ്രതിഫലമാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, വാപ്പാ വെറുതെയാകില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നിങ്ങൾ ഓതിയാ ഒരു നഷ്ടവുമില്ല, ലാഭമല്ലാതെ ഒരു നഷ്ടവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞല്ലോ, സൂറത്തു തകാസുറൂദ്, സൂറത്തു തകാസുറൂദ്. പെങ്ങളെ, കരമോള്, സീരിയൽ കണ്ടിട്ട് കരഞ്ഞാ നീ നരകത്തിലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് അൽഹാഖ് മുത്തകാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതുമ്പോ കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി, കരയുന്നവരെ പോലെ അഭിനയിച്ചാ മതി. അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി. ആ സഹാബി ചിരിച്ചു. കണ്ടവർ മുഴുവനും അവിടുത്തെ മരണം കണ്ട് കൊതിച്ചു അങ്ങനെ മരിക്കാൻ. ജനാസ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് ചുമന്നവർ പറഞ്ഞു ഭാരമില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തള്ളവിരൽ കുത്തിയിട്ട നടന്നുപോയെ. ഖബർ കുടിച്ച മനുഷ്യൻ നോക്കുമ്പോൾ മണ്ണിന് സുഗന്ധം. ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അത് കസ്തൂരിയുടെ വാസന. അവസാനം സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു, സഅദേ, ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെ? ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് വാങ്ങിയതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യ്. കാശ് കൊടുക്കണ്ടല്ലോ. എല്ലാ ദിവസവും അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും കണ്ടോത്, കാണാതെ ഓതണ്ട. അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നിന്റെ വീടിനകത്ത് വെച്ചിരിക്കുന്ന ഖുർആൻ തുറന്നോത്. എടുത്താൽ ആ ഖുർആനിൻ്റെ ദുആ കിട്ടും, ഇല്ലെങ്കിൽ ആ ഖുർആൻ കരയും. അവസാനം നിന്റെ വീട് തന്നെ നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം, ഒതിക്കൂടെ? അതിനും കാശ് വേണം.
ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ഈ സദസ്സിലിരുന്നു കൊണ്ട് ആര് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി പറ ഇൻഷാ അല്ലാഹ്. പോരാ, കറക്റ്റ് 11 മണി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ടൈം ടു ടൈം എന്നല്ലേ, കറക്റ്റ് 11 മണി. ഇതാണ് അൽഹംദുലില്ലാ, ഇതല്ല സമയം കറക്റ്റായി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പോൾ ഒരായത്ത് പറഞ്ഞു തരട്ടെ, ഓതൂല്ലേ? ഏതായത്താ? ഏതായത്തപ്പ ഖുർആനിൽ അത്രയ്ക്കും മഹത്വമുള്ള ആയത്ത് ഏതാ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ആയത്ത് ഓതുന്നവന് സ്വർഗത്തിൽ പോകാൻ ഒരു തടസ്സമേ ഉള്ളൂ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ തടസ്സമേ ഉള്ളൂ. അൻ ഉമാമത്തൽ ബാഹിരി റളിയല്ലാഹു തആല ഇവിടെ പറയുന്ന ഒറ്റ തടസ്സം. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. മരിക്കാതെ പോകാൻ പറ്റുമോ? ഇല്ല. സ്വർഗത്തിൽ പോകണം, മരിക്കണം. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റൂല. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അപ്പൊ നിന്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലാകെ ഉള്ള മറ എന്താ? മരിക്കണം, പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ആയത്ത് ഓതണം, മരിക്കണം, സ്വർഗത്തിൽ പൊക്കോണം. അവിടെ വെച്ച് കണ്ട നമ്മളെ തിരിച്ചറിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഏതായത്ത്? ആയത്തുൽ കുർസി. ഏതായത്ത്? ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഓതാൻ അറിയത്തില്ലേ? അറിയണവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അപ്പോൾ ഒരു നന്മ പഠിച്ചു. ഇനി ഇത് ചെയ്തില്ലെങ്കിൽ അതിനടി വേറെ കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു നന്മ പഠിച്ചല്ലോ, ഈ ആയത്ത് നിനക്കറിയാം, ഈ ആയത്ത് ഓതിയാ കിട്ടണ പ്രതിഫലം നീ പഠിച്ചു. ഇന്ന് മുതൽ ഇത് ഓതിയില്ലെങ്കിൽ അതിന് വേറെ കിട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. വേലി കടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ടെന്ന് പറയത്തില്ലേ, അതാ ഇപ്പം ചെയ്തേ. അതുകൊണ്ട് ഇന്നു മുതൽ മരിക്കണ കാലം വരെ 5 വഖത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരായത്തിൽ കുറിച്ച് ഓദിക്കും. ഇല്ലേ ഉസ്താദെ, വീട്ടിൽ ശൈത്താൻ കയറി എന്ന് പറയത്തില്ലേ? ഉസ്താദെ, വീട്ടിൽ എന്തോ ശൈത്താന്റെ ഉപദ്രവമുണ്ട് ഉസ്താദെ, ഇത് വീട്ടിൽ ഓതണം. ഉസ്താദെ, വീട്ടിൽ എന്തോ ശൈത്താന്റെ ഉപദ്രവമുണ്ട് ഉസ്താദെ, പൈസ ചെലവൊന്നുമില്ല, ഈ ആയത്ത് ഓതിയാ പോരെ, ശൈത്താൻ ഇറങ്ങിപ്പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ആയത്ത് ഓതിയാ മതി. നിങ്ങൾ ഇന്ന് വയല് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ഈ ആയത്തിൽ കുറിച്ച് നിങ്ങളുടെ വീടിന്റെ വാതിലിൽ നിന്ന് ഓതിയാ ആ വീടിനകത്ത് കൂടിയിരിക്കണ ശൈത്താൻ മക്കളെ വിളിച്ചിട്ട് പറയും, ഇന്ന് രാത്രി ഇവിടെ ഉറങ്ങാൻ പറ്റൂല, വേറെ വീട് നോക്കിക്കൊള്ളാൻ. ഇന്ന് തന്നെ ഇറങ്ങിപ്പോകും. അള്ളാഹു ഇറക്കി വിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇറക്കി വിടുവോ? അതെങ്ങനെ ഉസ്താദെ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും വലിയ ബന്ധമല്ലേ? ഓനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനം കിട്ടുമോ? ശൈത്താനും ഞാനും തമ്മിൽ അതാണ്. ചിലർ ഈ ജംറയിൽ പോയി കല്ലെറിയ. ആരെ എറിയണ? ശൈത്താനെ. ജംറയിൽ പോയി കല്ല് പറക്കി എറിയുമ്പോൾ ശൈത്താൻ ചോദിക്കുക, അളിയ നീ എന്നെ എറിയുന്നോടാ, നമ്മൾ തമ്മിൽ ഇത് വേണമെന്ന്. അതുപോലെ